നമസ്കാരം. എപ്പോഴും ഒരു 7 മാസം പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ നോർമൽ ഡെലിവറി ആക്കാം, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആവുമോ എന്നൊക്കെ ഉള്ള ടെൻഷനാണ്. ശരിക്കും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 5 months വരെയൊക്കെ ഭയങ്കര കെയറിങ് ആയിരിക്കും. പേഷ്യൻറ്റിനെ നടക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇരിക്കാൻ സമ്മതിക്കില്ല, ഫുൾ ടൈം കടത്തും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 months, ഒരു 7 months ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറിക്ക് വേണ്ടിയുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ വീട്ടിലെ പണി ഫുൾ എടുക്കുന്നത് അവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പണിയെടുത്താലേ ഡെലിവറി ആവും, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതി. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ 32 ആഴ്ചയാകുമ്പോൾ ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യും, അതായത് 32 weeksൽ ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യും. ഗ്രോത്ത് സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ തല താഴെയല്ല മേലെയാണ്, അതായത് ബട്ടക്സ് ആണ് താഴെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര അപ്സെറ്റാണ്. എന്താണ് ഇനി, എന്ത് ചെയ്യും, ഇനി ഡെലിവറി ആവില്ലേ, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ ഉള്ള ഭയങ്കര സംശയങ്ങളാണ്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ശരിക്കും 32 weeks അഥവാ 32 ആഴ്ച എന്ന് പറയുന്നത് ഉള്ളിൽ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളിലുണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയം എന്ന് പറയുന്നത് ബേബി വെയിറ്റ് ആവറേജ് ഒരു അറൗണ്ട് 1.5 കിലോ 2 കിലോ അടുപ്പിച്ച് വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് ബേബിയുടെ മൂവ്മെൻറ്റ്സ് നന്നായിട്ടുണ്ടാവും. നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന ബേബി ചിലപ്പോൾ ഇപ്പോൾ തല താഴെയായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ തല മേലെയായിട്ടിരിക്കാം. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ തല മേലെയായിരുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കുട്ടിക്ക് കറങ്ങി വരാൻ പറ്റില്ല എന്നുള്ളതല്ല. ആക്റ്റീവ് ബേബീസ് ആണ് എന്നുണ്ടെങ്കിൽ, അഥവാ കുട്ടിക്ക് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും കുട്ടിയുടെ തല തിരിഞ്ഞു തന്നെ വരും. അതൊരു 90-97% കുട്ടികളും 32 ആഴ്ചയിൽ ബട്ടക്സ് ആയിട്ടിരുന്നാലും, അതായത് തല മേലെയായിട്ടിരുന്നാലും തല കറങ്ങി താഴെ വരാറുണ്ട്. പക്ഷേ എപ്പോഴാണ് പ്രശ്നം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 37 weeks ആയി, അതായത് 37 ആഴ്ചയൊക്കെ ആയി, കുട്ടിയുടെ തല എപ്പോഴും മേലെ തന്നെയാണ്. അതുപോലെ അതിൻ്റെ കൂടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ തല കറങ്ങി വരാനുള്ള ചാൻസസ് കുറവാണ്. ഇല്ല എന്നല്ല, ചാൻസസ് കുറവാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ സമയം ആകുമ്പോഴത്തേക്കിന് വെള്ളം കുറഞ്ഞു തുടങ്ങും. അതായത് ഒരു 32-34 weeks വരെ മാക്സിമം ഉള്ളിൽ വെള്ളം ഉണ്ടാകുന്ന സമയമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ളം കുറഞ്ഞു തുടങ്ങും, കുട്ടിയുടെ വെയിറ്റ് കൂടും. അറൗണ്ട് ഒരു 37 weeks ആകുമ്പോൾ കുട്ടി അറൗണ്ട് ഒരു 3 കിലോ ഉണ്ടാകും. പിന്നെ കുട്ടിയുടെ കറക്കം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രഗ്നൻസി ആയ ഒരു ടൈറ്റ് ആയിട്ടുള്ള വയറുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കറങ്ങി വരാൻ പാടില്ലായികയൊന്നുമില്ല, വരാതിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 37 weeks ആയിട്ടും പിന്നെയും ബ്രീച്ച് ആയിട്ട് തന്നെ ഇരിക്കുന്നു, അതായത് ബട്ടക്സ് താഴെയായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ യു ഷുഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, ചാൻസസ് ഓഫ് സിസേറിയൻ ആർ ദെയർ. പക്ഷേ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയാണ്, അതായത് 2nd pregnancy, 3rd pregnancy, 4th pregnancy, ഡേറ്റിൻ്റെ അന്ന് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേദന വരുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ആ സമയം വരെയും കുട്ടി കറങ്ങി തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് അത്രയും വരെയും വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ആ സമയത്തും നമുക്ക് ബ്രീച്ച് ആയിട്ട് അല്ലെങ്കിൽ ഊര താഴെയായിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. നോർമൽ ഡെലിവറിക്ക് വെക്കണോ വേണ്ടിയോ എന്ന് നമ്മുടെ ബേബിയുടെ വെയിറ്റ് നോക്കിയിട്ടൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 32 weeksൽ തല മേലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. കുട്ടിക്ക് തല കറങ്ങി താഴെ വരാം. പക്ഷെ എങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒബ്സ്ട്രക്ഷന്, അതായത് എന്തെങ്കിലും താഴ്ഭാഗത്ത് കുട്ടിയുടെ തലയ്ക്ക് ഇരിക്കാൻ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, മറു താഴെയാണ്, അല്ലെങ്കിൽ താഴ്ഭാഗത്ത് ഒരു വലിയ ഫൈബ്രോയിഡ് ഉണ്ട്, കുട്ടിയുടെ തലയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ തല തിരിഞ്ഞ് വരത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 90-97% കുട്ടികളും പൊസിഷൻ തല താഴെയായിട്ട് നോർമലായിട്ട് ടേം ആകുമ്പോൾ, അതായത് 37 weeks ഒക്കെ ആകുമ്പോഴത്തേക്കിന് എത്താറുണ്ട്.